പോലും ഞാനത് പറഞ്ഞു നിങ്ങൾക്ക് എന്നിട്ട് പോലും ഞാനത് പറഞ്ഞു നിങ്ങൾക്കും അതറിയാം. ഞാൻ 10 കോടി വേണമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളും പറയുന്നുണ്ട് ആ 10 കോടി ഒന്നും കിട്ടാനല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം അത് ആ 10 കോടി എന്ന് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പോകാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദേഷ്യത്തിൽ ഞാൻ എടുത്തും ഈ പറഞ്ഞ വരുത്തി ഞാൻ സംസാരിച്ചിട്ടുള്ളത് സത്യം തന്നെ. അവർ ആരെങ്കിലും ആയിക്കോട്ടെ അന്നത്തെ ദിവസം ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു അവർ സത്താനും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും ഞാൻ എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പൊ കത്തി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട്. ആ ഒരു വിഷയം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിഹിതങ്ങളാണ്. അവിഹിതങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അവിഞ്ഞ ഹിതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരി വെടക്ക് സാധനമാണ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു പൂക്കുട്ടിയുണ്ട്, കുറെ തോഴിമാരും ഉണ്ട്. അപ്പോൾ പൂക്കുട്ടിയെ മതി എല്ലാവർക്കും. എന്തായാലും നമ്മുടെ പൂക്കുട്ടിയും നമ്മുടെ ഈ ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ സജിനിയും തമ്മിലുള്ള കുറച്ച് അധികം ഡയലോഗുകളുണ്ട്. ഇത് പുറത്ത് വിട്ടിരിക്കുന്ന മഹാൻ ആരാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നമ്മുടെ പൂക്കുട്ടിയും സജിനിയും ചേർന്നിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അത് കേട്ടിട്ട് വരാം. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും നമ്മളെ നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ ആ കുഞ്ഞു പോയെന്ന്? എങ്ങനെ ഇതിനെ ഇല്ലാതാക്കും എന്നുള്ള ചിന്തയിൽ നടക്കുന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? എന്നിട്ട് എന്റെ അടുത്ത് ഡ്രാമ നല്ല കുഞ്ഞിനെ നമുക്ക് നിർബന്ധിക്കണ്ടല്ലോ. മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, മറ്റുള്ളവരെ കൊണ്ട് ഡ്രാമ കളിച്ചിട്ടുണ്ടല്ലോ, എന്റെ വീട്ടുകാരെ കൊണ്ടും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഉമ്മയുടെ കുഴപ്പമാണ്. അപ്പൊ എന്റെ ഉമ്മ അത് ഉമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മച്ചെന്നെ പറഞ്ഞിട്ടുണ്ട്, പേടി കാരണം ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അന്നമ്മയുടെ സംസാരിച്ചത് പറഞ്ഞത് ശരിയാണ്, നല്ല കാര്യം. അത് അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ വേണ്ടാന്ന് വെക്ക് എന്ന്. ഒരു കുഞ്ഞ് 2.5 മാസമായ നിങ്ങൾ അംഗീകരിച്ച് ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ് റസൂലെ, ഞാനത് കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് എന്നെ ട്രിഗർ ചെയ്തത്. അത് ഞാൻ ഈ സമയത്ത് എനിക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞാൻ വിളിച്ചു സാധനമാണ്. ആ സാധനമാണ് നിങ്ങൾ പറഞ്ഞത്. അന്നമ്മ നീ പറഞ്ഞ് മനസ്സിലാക്കാം കുഞ്ഞിന് നമുക്കിപ്പോൾ ശരിയാകത്തില്ല, നമുക്ക് വേണ്ട, അത് വേണ്ടാന്ന് വെക്ക് എന്ന് പറഞ്ഞ ആളുടെ കുഞ്ഞ് മരിച്ചെന്ന് പറയണമെങ്കിൽ അത്രയ്ക്ക് നല്ലൊരു വ്യക്തി ആവണ്ടേ റസൂൽക്ക? പോർട്രേ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. പോർട്രേ ചെയ്തു എന്ന് മനസ്സിലായില്ല. അല്ലല്ല എനിക്ക് മനസ്സിലായില്ല. പോർട്രേ ഞാൻ ഇന്ന തരത്തിലുള്ള ആളാണ് ആണോ 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 ഞാനാണോ ആക്കിക്കൊണ്ടിരിക്കുന്നത്? എന്ത് മനസ്സാക്കി ഉടായ്പ ഡയലോഗ് അടിക്കില്ല? എന്ത് മനസ്സാക്ഷി? നിങ്ങൾ ഇപ്പോഴും ഉടായ്പ ഡയലോഗ് അടിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായില്ല. റസൂൽക്ക എന്റെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത് എന്നിട്ട് എന്റെ ആൾക്കാർക്ക് അങ്ങനെയല്ലോ. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, അവൾ ഞാൻ കോൺഫിഡൻസ് തരാം, നിങ്ങൾ എല്ലാവരും അവളോട് നിൽക്കും, നിങ്ങൾ ഒന്ന് വിളിക്കും, അവളെ പോയി വാക്കുകൾ അവൾ ശരി അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കണക്ട് ചെയ്യാൻ നോക്കാത്ത എന്റെ ഫ്രണ്ട്സിനെ എന്നെ മാറ്റി നിർത്താനല്ലേ നോക്കുന്നത്. അച്ഛനാവട്ടെ, ഷാലു ആവട്ടെ, നീ ആവട്ടെ, അന്നമ്മ ആവട്ടെ. അന്നമ്മ നിങ്ങൾക്ക് പക്ഷേ അല്പൊരു കാര്യമുണ്ട്. അന്നമ്മ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള അന്നമ്മ വിട്ടേക്ക്, അന്നമ്മയുടെ കാര്യം വിട്ടേക്ക്. അന്നമ്മ നിങ്ങൾക്ക് കണ്ടെത്താനുള്ള അന്നമ്മ വിട്ടേക്ക്. പക്ഷെ അച്ഛായെങ്കിലും ബി എ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? അന്നമ്മയും ബിയെയും കോൺഫറൻസ് ഞാൻ കാര്യം പറഞ്ഞത്. ചോദിച്ചു ഏതെങ്കിലും പ്രോജക്റ്റിൽ ചോദിച്ചു ഞാൻ എന്തെങ്കിലും മോശം പറഞ്ഞു അവിടെ വിക്ടിമൈസ് ചെയ്യാൻ കൂട്ടിനിൽക്കുന്നത് മാത്രമേ ഞാൻ പറഞ്ഞു. ഇനിയിപ്പം നിങ്ങൾ അവരുടെ നല്ല കുഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇനി അവരുടെ ഇത് ബോധിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇനി സംസാരിക്കാം. ഇനി അവരുടെ സംസാരിച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള മൂവിങ് നമുക്ക് സംസാരിക്കാം. കാരണം നിങ്ങൾ കാണിച്ചൊരു കാര്യം ഞാൻ ഡയറക്റ്റ് നിങ്ങളടുത്ത് പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. ഞാൻ ഈ റെക്കോർഡൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ച സാധനം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുവാണ് കേട്ടോ. ശരി. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ട ഓഡിയോ ആണ് ശരിക്കും ഞാൻ പറഞ്ഞ 2 വിഷയങ്ങൾ ആണ് സജിന അത്രയും വലിയ മാനിപ്പുലേറ്റഡ് സ്റ്റോറി എന്ന് പറയാനുള്ള കാരണം. ഒന്ന് ആ പുള്ളിയുടെ മുഖം രക്ഷിക്കുക എന്നുള്ളത്, പുള്ളിയെ സേഫായിട്ട് നിർത്തുക എന്നുള്ളത്. 2 എന്ന് പറയുന്നത് ഈ ഓഡിയോ എനിക്ക് കിട്ടുമ്പോൾ ഈ ഓഡിയോ ഞാൻ സജിനയ്ക്ക് തന്നെ സജിനയുടെ അമ്മയുടെ മൊബൈലിലേക്ക് തന്നെ അയച്ചു. കാരണം ഞാൻ ഷോക്കായി പോയ കാര്യം, ഒരു ഉമ്മായി കൂടി ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഉമ്മായി കൂടെ കൂട്ടാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവരെ കുറ്റപ്പെട്ട് കാര്യമില്ല, ഇവള് ആരെയും ട്രാക്കിലാക്കും. കാരണം അവളുടെ ആ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ അവർക്കും അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് മോളല്ലേ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു പക്ഷേ ആയിരിക്കാം അത്. പിന്നെ ദോഷം പറയരുത്, മോനെ ആയാലും അവർക്ക് ഭയങ്കര സ്നേഹത്തോടെയാണ് നോക്കുന്നത്. കുഞ്ഞിന് ചിലവിനോട് ഒരു കാര്യം അവൾ പറഞ്ഞു, ഇത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് നമ്മൾ ഓരോ കഥകളും ആണ്. ഈ പ്രവൃത്തികളെല്ലാം മനുഷ്യത്വരഹിതമാണ്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? ദൃശ്യത്തിൻ്റെ കഥ പോലും ഇതിൻ്റെ മുന്നിലൊന്നുമല്ല. കാരണം ഇവിടെ ഈ മാനിപ്പുലേറ്റ് ഉണ്ടാക്കുന്ന കഥയുടെ മുന്നിൽ കുഞ്ഞിന് എനിക്കെൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. ഞാൻ എറണാകുളത്താണെങ്കിൽ എല്ലാ വീക്കിലും അവനെ കാണാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് കൊല്ലത്തേക്ക് വരുന്നത്. അവൻ്റെ വീക്കെൻഡ് പഠിക്കുന്നവൻ്റെ ഒഴിവ് ദിവസങ്ങളെല്ലാം അവനോട്ട് ഞാൻ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ അവന് വേണ്ടുള്ള എല്ലാ കാര്യം ഇപ്പോൾ പറയാൻ പറഞ്ഞാൽ നടക്കട്ടൊരു കാര്യമാണ്. പിന്നെ അവന് കൊടുക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉമ്മാക്ക് മാസം തോറും ഒരു ചെറിയ തുകയാണെങ്കിൽ അവർക്കൊരു ചെറിയ തുകയായിരിക്കും, അവർക്ക് ലക്ഷങ്ങളിട്ട് കളിക്കുന്നവർക്ക് എൻ്റെ ആയിരങ്ങളൊന്നും അവർക്ക് വലിയ വിഷയങ്ങളായിരിക്കും. അപ്പോൾ അതിനുള്ള രേഖകൾ GP ആണ് ഞാൻ ചെയ്യുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കിടക്കുന്നുണ്ട്. എന്നിട്ടാണ് പറഞ്ഞ് ചിലവിന് കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കില്ല. ഞാനിപ്പോഴും അവൾക്ക് പറഞ്ഞത് കുഞ്ഞിനെ എനിക്ക് വിട്ടുതരും. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പല ഭർത്താക്കന്മാരോട്ട് ജീവിക്കുന്നത് നല്ലൊരു കുഞ്ഞു വരും. അതൊക്കെ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു, ഒരു ഉമ്മാക്ക് മെസ്സേജ് അയച്ചിരുന്നു, കുഞ്ഞിനെ എനിക്ക് തരൂ, ഞാൻ ഇനിയിപ്പം കലയിലോട്ടൊന്നും തിരിച്ചിറങ്ങുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ വേറെ രീതിയിലാണ്. ഇനി ഒരു കലയിലോട്ട് എനിക്ക് ഇറങ്ങാനുള്ള മാനസികാവസ്ഥ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കോളാം, ഞാൻ നിന്ന് നോക്കിക്കോളാം. അവനെ എൻ്റെ കൂടെ തന്നെ അവനെ നിർത്തി
അവനെ പഠിപ്പിച്ച് അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാം. ഇനി അവന് വേണ്ടിയിട്ടാണ് ജീവിതം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇല്ല അവിടെ അഡ്മിഷൻ എടുത്തെന്നൊക്കെ പറയുന്നു. ഞങ്ങൾ കുഴപ്പമില്ല, അഡ്മിഷൻ എടുത്താൽ ഞാനിവിടെ വേറെ അഡ്മിഷൻ എടുത്തോളാം. കാരണം ഞാനിവിടെ നിന്ന് അവനെ കുറച്ചുകൂടെ അവന് ഹാപ്പിയാണെന്ന് എനിക്കറിയാം. ഇനിയിപ്പോൾ കുച്ചിപ്പോൾ അവളുടെ അടുത്താണ് മാറ്റി പറയിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. പല കളിയും കളിക്കുക. അതായത് ഞങ്ങൾ രണ്ടുപേരും സജനയെ ഞങ്ങോട്ടുള്ള ഈ ഒരു അവളുടെ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സെപ്പറേറ്റ് ആയ സമയത്ത് ഈ സമയത്ത് ഞാൻ ശരിക്കും എറണാകുളത്തേക്ക് പോയി. കാരണം എനിക്ക് അപ്പോഴേ വീട്ടിൽ നിൽക്കാൻ ഓർമ്മകളിലേക്ക് നിൽക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ എറണാകുളത്തേക്ക് പോകും. അപ്പോൾ ഇതിനിടയ്ക്ക് സജന പറയുന്നുണ്ടായിരുന്നു എന്താ ഡ്രഗ്സ് അഡിക്റ്റാണ്, അത് സ്വന്തമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ എന്ത് മീറ്ററിലാണോ പരിശോധിക്കുന്നത് അത് പൊട്ടിത്തെറിക്കും. അല്ലാതെ അതുകൊണ്ട് വേറൊരാളുടെ തലയിലല്ല ചായ്ക്കേണ്ടത്. ഞാനെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എണ്ണിപ്പോയ ഒരു കൈക്കുള്ള ഒരു 10 സിഗരറ്റിനകത്ത് കൂടുതൽ ഞാൻ വലിച്ചിട്ടില്ല. അതും പബ്ബിലൊക്കെ പോകുന്ന സ്റ്റൈലിഷായിട്ട് വലിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കണക്ക് സജനയുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഞാൻ വീടും എല്ലാം ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് ഒരു സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എറണാകുളത്തേക്ക് വന്നത്. അങ്ങനെ അവിടെ ഒറ്റപ്പെട്ട ഒരു വൈറ്റ് ഫോർട്ടിലായിരുന്നു ഒരു റൂമിൽ ഞാൻ താമസിച്ചിരുന്നു. അവിടെ വെച്ചിട്ട് ഞാൻ ആൽക്കഹോൾ കൺസപ്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ. കാരണം ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും വിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ജീവൻ തന്നെ കിടക്കുന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ ആൽക്കഹോൾ കൺസപ്ഷൻ നല്ല രീതിയിൽ ഓപ്പണായിട്ട് വരെ നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ നോക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ സുഹൃത്തുക്കളും നമുക്ക് കുറച്ച് എറണാകുളത്ത് കുറച്ച് നല്ല സുഹൃത്തുക്കളും നല്ലതും ചിട്ടയുമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പം ഇവന്മാർ എൻ്റെ ഈ വീഡിയോ മദ്യപിച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വോയിസ് ഓവറൊക്കെ ചെയ്ത് അവന്മാർ നമ്മുടെ തന്നെ ഒരു സർക്കിളിൽ അതായത് ഗ്രൂപ്പുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ, അതിനകത്ത് തന്നെ അവന്മാർ വീഡിയോ ഒക്കെ ഇടയൊക്കെ ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെ ഞാനത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സങ്കടം വന്നു. അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരു കൊല്ലത്തിൽ വല്ലാത്തൊരു ആ വീഡിയോ തന്നെ സജനയ്ക്ക് അയച്ചു കൊടുത്തു. ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത എന്നെ ഈ പരുവത്തിലാക്കിയത് നീയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾ അതിന് തിരിച്ചു തന്ന മറുപടി ഒരു ഇമോജിയാണ്, ഒരു സ്മൈലിൻ്റെ ഇമോജി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നശിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവളാണെന്നുള്ളത്. ശരിക്കും ഞാൻ അപ്പോഴൊക്കെയാണ് അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അങ്ങനെയുള്ള ലഹരികളൊക്കെ വെറുത്തു തുടങ്ങിയത്. ഇപ്പം ഞാൻ ഗ്രാജുവലി അത് നിർത്തി ഇപ്പം അത് ഞാൻ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞ മറ്റൊരു വലിയ ഒരു കോമഡി ഉണ്ട്, ബുള്ളറ്റിൻ്റെ കാര്യം. അതായത് കാരണം എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നാട്ടിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താവോ വായ്ത്തൊന്നൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പോൾ ബുള്ളറ്റിൻ്റെ കഥയെന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ബുള്ളറ്റ് എടുക്കാൻ നിന്നപ്പോൾ സജന പറഞ്ഞു എനിക്കൊരു ബുള്ളറ്റ് എടുത്ത് തരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു. ഇവളപ്പം പറഞ്ഞു അവളുടെ കയ്യിൽ ഒരു 10,000 rupees ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് തുടക്കത്തിലെടുക്കാൻ ഞാൻ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ അന്നേരം ബാക്കി അതിൻ്റെ 1 lakh ഉണ്ടായി തുടക്കത്തിലത്. അങ്ങനെ ഞാൻ ബാക്കി ക്യാഷ് കൂടി ഇട്ടിട്ട് ഇവളുടെ പേരിൽ തന്നെ, കാരണം എനിക്ക് സിവിൽ സ്കോറിൽ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് സജനയുടെ പേരിലാണ് ബൈക്ക് എടുത്തത്. എന്നിട്ട് പറഞ്ഞു ഞാൻ മാസം തോറും അടച്ചോളാം, എൻ്റെ ഇതിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസം പോലും അടച്ചിട്ട് ഞാൻ തന്നെ അടച്ചു. ഞാൻ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി എനിക്കില്ല. അപ്പോൾ ഞാനത് അടച്ചു. അങ്ങനെ ഞങ്ങൾ ഈ സെപ്പറേറ്റ് ആയ സമയത്ത് സജനയുടെ പേരിലാണല്ലോ വണ്ടി. അപ്പം അടയ്ക്കാതെയായി. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ക്യാഷ് അടയ്ക്കാതെ ആയപ്പോഴത്തേക്ക് അത് CC-ക്കാർ കൊണ്ടുപോകുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാതെ CC-ക്കാർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള രീതി ആയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലായിരുന്നു ബൈക്ക് ഇരുന്നത്. അപ്പോൾ ഇവർ ബാങ്കുകാർ പറഞ്ഞ് വേവർ ചെയ്ത് തരാം, മുതലടച്ചാൽ മതി, ബാക്കിയുള്ള ഇൻട്രസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സജനടുത്ത് ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക്, കാരണം ഞാൻ വേറെ ഒരു വിഷയത്തിനൊന്നും പോകാത്തതുകൊണ്ട് സജന ഈ പറ്റിച്ച് മേടിച്ച BMW ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അവിടുന്ന് കൊല്ലത്ത് വന്ന് കൊല്ലത്തിന് HDFC ആണെന്ന് തോന്നുന്നു. അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. ഞാൻ ബാക്കി പൈസ കൊടുത്ത് ആ ബൈക്ക് ബുള്ളറ്റ് മേടിച്ചതാണ്. അപ്പോൾ ആകെ സജനയുടെ ഒരു 10,000 രൂപ അതിനകത്തുണ്ട്. അത് സത്യമാണ്. അതിനാണ് സജന ആ കഥ ഉണ്ടാക്കിയത്. പിന്നെ വീടിൻ്റെ കഥ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഡിവോഴ്സിന് ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ 1 വർഷത്തിന് മുന്നേ അവൾ മ്യൂച്വലായിട്ട് പിരിയണം എന്ന് പറഞ്ഞ് ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവൾക്കാണ് ആവശ്യം. എനിക്ക് ഇനി ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ആവശ്യം എനിക്കില്ല. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഒപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അങ്ങനെ ലാസ്റ്റ് മനു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ട്രിവാൻഡ്രത്ത് ഇവിടെ തന്നെ കൊണ്ടുവന്നു. അയാൾ അതിനകത്ത് അവൾ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം സൈൻ ചെയ്തു. അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീട്, അതായത് ഈ വീടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും പേരിലുള്ള വീടാണ്. അവൾ പറഞ്ഞാൽ 5 സെൻറ്റ് ഒരു വീടുണ്ട്, എൻ്റെ പേരിലൊരു വീടുണ്ട്. അതിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞ് കഥ മാറ്റിയിരുന്നല്ലോ. അതിൻ്റെ കഥ അങ്ങനെയൊന്നുമില്ല. 5 സെൻറ്റ് വസ്തു തന്നെയാണ് ആ വീടും. അത് എൻ്റെയും സജനയുടെയും പേരിലുള്ളതാണ് ഇത് വസ്തുവും വീടും. അപ്പോൾ അതിൽ 80% എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ്, 20% ഉള്ളൂ സജനയുടെ. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ 15 ലക്ഷം രൂപ KSF എടുത്തിരുന്നു. ഈ ക്യാഷ് നമ്മൾ ഈ സെപ്പറേറ്റ് ആയ സമയത്ത് പിന്നെ അടയ്ക്കാതെ ആയിരുന്നു. ഞാൻ മോൻ്റെ പേരിൽ എഴുതി കൊടുക്കും, സജനായി മോൻ്റെ പേരിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഇനിയുള്ള ക്യാഷ് ബാക്കിയുള്ളത് സജന അടച്ചോളാം എന്നുള്ളതായിരുന്നു കണ്ടീഷൻ. ഇതെന്തെങ്കിലും വിൽക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ എനിക്ക് തരണം. കാരണം ഞാൻ ഇതിൽ മുടക്കിയ എൻ്റെ 10 അംശം പോലും ഇല്ല. അപ്പോൾ അത് തരണം എന്നുള്ളതാണ്. ഞാനപ്പോൾ അത് കല്ലുകൊണ്ടുള്ള കൊട്ടാരത്തേക്കാൾ വലുതാണല്ലോ നഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ. കാരണം ഒരു ജീവിതം പോയിട്ട് എന്താണിത്. അപ്പോൾ ആ രീതിയിൽ ഞാനതെല്ലാം സമ്മതിച്ചിരുന്നതാണ്. അങ്ങനെ പക്ഷേ ഇവിടെ ഒരിക്കൽ പോലും പിന്നെ ക്യാഷ് അടച്ചില്ല. ബാങ്കിൽ അടയ്ക്കാൻ നമ്മൾ ഏറ്റതായിരുന്നു. അന്ന് 15 ലക്ഷം ഉള്ളായിരുന്നു. പിന്നീട് ഇപ്പോൾ 25 ലക്ഷമായി. അങ്ങനെ ജപ്തി നോട്ടീസ്, എൻ്റെ ജപ്തിയുടെ പ്രോസസ്സിംഗ് വരുന്ന സമയത്ത് ഞാൻ അവളെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ ബാക്കി ക്യാഷ് അടച്ചു വരുമ്പോൾ മോൻ്റെ പേര് എഴുതി വെക്കണം, എഴുതി ഞാൻ കൊടുക്കാം, നീ അതിനകത്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല എന്നുള്ളത് കുറച്ച് ക്ലാഷുകളായി. അപ്പോൾ അതങ്ങനെ കിടക്കുന്നത് ബാങ്കുകാർ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് വരണം. അപ്പം അത് കാരണം ഞാൻ ഇനിയിപ്പം എന്ത് വിശ്വസിച്ചിട്ടാണ് ഞാൻ ബാക്കി അടച്ചിട്ട് മോൻ്റെ പേര് എഴുതി കൊടുത്തത്? സജന ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത്രയും ക്രിമിനലായിട്ടുള്ള ആൾ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യം. ഈ ലാസ്റ്റ് ഇപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായ ശേഷം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എങ്ങനെ അടുത്ത് പറയാം, ഇപ്പോൾ ഒരു 1 വീക്ക് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാനത് അടച്ച് പിന്നെ മോൻ്റെ പേര് മൊത്തം ബാങ്കിലുള്ള 25 ലക്ഷം രൂപ അടച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് സജന മോൻ്റെ പേര് എഴുതി കൊടുക്കും. പക്ഷേ ഇനി എനിക്കത് വിശ്വാസമില്ല. അത് ഇത്രയൊക്കെ ചെയ്ത ഒരാൾ വീണ്ടും നമ്മൾ പറ്റിക്കുമെന്നുള്ള 100% അത് പണത്തിന് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്തോളി, കൊല്ലാൻ പോലും മടിക്കത്തില്ല. ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും എനിക്ക് പുറത്തുവിടാൻ പറ്റത്തില്ല, അവർ മരിച്ചാൽ പോലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോയാൽ 10 കോടിയോ 3 കോടിയോ ഇത്ര രൂപ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എന്നെ ചെയ്ത് വെച്ചിട്ട് എന്നെ ചെയ്ത് വെച്ചിട്ട് എന്തെന്ന് കണ്ടു. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ അമ്മയുടെ സഹായം.
അപ്പോൾ എന്തായാലും നമ്മുടെ പൂക്കുട്ടി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഈ ഒരു ഇവരുടെ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് വളരെ ശക്തമായ ഭാഷയിൽ നമ്മുടെ ദിയാസോന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ദിയാസോന പറയുന്ന ചില കാര്യങ്ങളിലുള്ളതെന്ന് പറഞ്ഞാൽ, ദിയാസോനയുടെ പേരിൽ ഇപ്പോൾ ഒരു എന്താണ് MDMA ഒരു വിവാദം വന്നിട്ടുണ്ടല്ലോ. പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സജിനയാണ്. സജിന പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളിക്കാരത്തി നന്നായിട്ട് നുണ പറയുമെന്ന് അവരുടെ പല വോയിസുകളും കേട്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം, അവരൊരു ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഈ പറയുന്ന ഒരു ഹോസ്റ്റലിലോ ഒരു ലോഡ്ജിലോ അതേ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തോ എവിടെയോ വെച്ചിട്ട് ഈ പറയുന്ന ഫിറോസ് ഖാൻ മറ്റൊരു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഒരു ഉമ്മ അങ്ങനെ വച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് ഫിറോസ് ഖാൻ വന്ന സമയത്ത് ഫിറോസ് ഖാൻ അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ കയ്യിലാണ് ഒരു ഉമ്മ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും ഫിറോസ് ഖാനെ, ഇനി അതൊരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെങ്കിലും അതിന്റെ ദേഹത്ത് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ഉമ്മ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരണക്കുറ്റി നോക്കി 2 പൊട്ടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാ ഒരു കുട്ടിക്ക് ഉമ്മ കൊടുക്കണം? ആ കുട്ടി ചോദിച്ചോ? നിങ്ങളുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദാഹിച്ച് വലഞ്ഞിരുന്ന കുട്ടിയായിരുന്നോ നിങ്ങൾ ഓടിക്കൊണ്ടുവന്ന് ഉമ്മ വെച്ച് കൊടുക്കാനായിട്ട്? നിങ്ങളുടെ ഭാര്യ തൊട്ടടുത്തില്ലായിരുന്നോ? നിങ്ങൾക്ക് അവർക്ക് വെച്ചു കൊടുത്താൽ പോരായിരുന്നോ? അതൊക്കെ നിങ്ങൾ കാണിച്ചത് വെറും ചെറ്റത്തരമാണ് കേട്ടോ, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ പറയുന്നില്ല. അത് കേസ് വഴക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അതിന്റെ വഴിക്ക് പോകുന്നു എന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കേസൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ അതങ്ങനെ പോട്ടെ, അതേക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഫിറോസ് ഖാനെ പറ്റിയിട്ട് സജിന പറഞ്ഞ ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു കാര്യമാണ്. സംഭവം എന്ന് വെച്ചാൽ, ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫിറോസ് ഖാന് കുട്ടികൾ, അതായത് ആ ഒരു കുഞ്ഞിനെ ഫിറോസ് ഖാൻ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നിട്ട് ഉണ്ടായ സംസാരങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ ഈ പറയുന്ന സജിന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ഉമ്മ എന്ന നിലയിൽ എനിക്ക് വേണമെങ്കിൽ ഇവർ തമ്മിൽ അകറ്റാമായിരുന്നു. അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മക്കളും തമ്മിൽ ഇത്രയധികം സ്നേഹത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉമ്മയായിട്ടുള്ള ഞാൻ തന്നെയാണ്. അത് ഞാൻ അവന് കൊടുത്ത ദയവാണ്. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഉപ്പയെ പറ്റിയിട്ട്, അതായത് ഈ ഒരു ഫിറോസ് ഖാനെ പറ്റിയിട്ട് കുറച്ച് വൃത്തികേടുകൾ, അയാൾ ഒരു വൃത്തികെട്ടവനാണ്, അവനോട് മിണ്ടാൻ കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായും കുട്ടികൾ അയാളെ വെറുത്തേനെ. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാത്തത് ഈ ഒരു പുള്ളിക്കാരത്തിന്റെ ഭയങ്കര ക്വാളിറ്റി ആണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ ആ ഒരു പറഞ്ഞ ആ ഒരു കാര്യത്തോട് എനിക്ക് യാതൊരുവിധ ഇതും ലോജിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തൊക്കെ വിഷയങ്ങളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും ഈ ഒരു ഡയലോഗ് പോലും തെറ്റ് തന്നെയാണ്. ഈ ഒരു സ്വന്തം അച്ഛൻ മക്കളെ മിസ്യൂസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ശരിക്കും നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ശരിക്കും നിങ്ങൾക്ക് നാണാവുന്നില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് സ്ത്രീയെ? അപ്പോൾ എന്തായാലും ഈ ഒരു സ്ത്രീയുടെ ഇതുപോലെയുള്ള വിവരമില്ലായ്ക വന്ന് വിളിച്ചു പറയുന്നത് ഇവരത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ദേ ഇപ്പോ പുള്ളിക്കാരത്തി വന്നിട്ട്, പുള്ളിക്കാരത്തി ആ ഒരു പാവം രേണുസുതി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിക്കാണെങ്കിൽ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അധികം ശാരീരിക വേദന അനുഭവിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയും കൂടി കൂട്ടുപിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് പുള്ളിക്കാരത്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞൂടെ? എന്തിനാണ് ആ ഒരു പാവം രേണുസുതിയെ ഈ ഒരു അവസരത്തിൽ ചേർത്ത് പിടിക്കാനായിട്ട് നോക്കുന്നത്? അതായത് ഈ ഒരു പുള്ളിക്കാരത്തി നല്ല കാര്യത്തിന് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ ഓക്കെ. ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്നെ പറ്റി ഇനി ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു കുഴപ്പമില്ല. രേണുസുതി കണ്ടില്ലേ, ആ ഒരു പുള്ളിക്കാരത്തിയെ പോലെ ഞാനും അതിജീവിക്കുന്ന എന്തൊക്കെയോ തേങ്ങയാണ് ഈ ഒരു പെണ്ണുമ്പുള്ള പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൂടെ നിങ്ങൾക്ക് 2 മക്കളുണ്ട് കേട്ടോ. അത് നിങ്ങൾ മറന്നു പോകുന്നു. പലപ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യം ഇവരൊക്കെ മറന്നു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭർത്താവിന്റെ അവിഹിതം ഭാര്യ പറയുന്നു, ഭാര്യയുടേത് ഭർത്താവ് പറയുന്നു, അവരുടെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നാട്ടുകാർ പറയുന്നു എന്ന് വേണ്ട സകലമാന അവിഹിതങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ അതിനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? നിനക്കൊക്കെ ഇങ്ങനെ കിടന്ന് അവിഹിതവും പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് പുട്ടിയിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കുറച്ച് ഗോൾഡൻ പൗഡറും അങ്ങോട്ട് പൂശി അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് മൊത്തം നല്ലൊരു പളവളപ്പ് കിട്ടും. പക്ഷെ ആ ഒരു പളവളപ്പിനും അപ്പുറത്തേക്കുണ്ട് ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അതിനൊക്കെ പുറത്തിറങ്ങി നടക്കണം. ഒരു പക്ഷെ അവരുടെ കൂടെ ആരും പറയില്ലായിരിക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നാണക്കേടാണ്, തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. അപ്പൊ പണ്ടത്തെ കാലത്തുള്ള ആളുകളാണെങ്കിൽ പിന്നും പർദ്ദയൊക്കെ ധരിച്ചിട്ട് മുഖത്തൊക്കെ ഈ ഒരു മക്കിനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ആ ഒരു പേര് ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ക്ഷമിക്കുക. മുഖത്തൊക്കെ ഒരു കറുത്ത ഒരു തുണിയായിട്ട് മറച്ചിട്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണ് മാത്രം പുറത്ത് കാണാം, ചിലർ കണ്ണും പുറത്ത് കാണത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബുർഖേ അങ്ങനെ ഏതാണ്ടില്ലേ? അപ്പൊ അതൊക്കെ ഇട്ടുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും ആ കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഏത് കുഞ്ഞുങ്ങൾ അതിന് തയ്യാറാവും? കഷ്ടം തന്നെ കേട്ടോ. നിങ്ങൾക്കൊക്കെ മാത്രം ആദ്യം ഈ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് ഈ ഒരു ലോകം അവസാനിക്കത്തില്ല. നിങ്ങൾ 2 വ്യക്തികളെ കൊണ്ട് ഈ ഒരു യുഗം അങ്ങ് അവസാനിച്ച് പോകത്തില്ല. നിങ്ങൾ പടച്ചിറക്കി വിട്ടുക 2 ജന്മങ്ങളുണ്ട് വീടുകളിൽ. അതായത് നിങ്ങളുടെ മക്കള്, അവർക്ക് ജീവിക്കണം. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പകുതിയോളം തീർന്നു, ഇനി കിടക്കുന്നത് പകുതിയാണ്. എന്നാൽ ഒന്നും ആവാതെ ഉള്ളത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ലൈഫാണ്. അവർക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനവും മാനവും വിലയും ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് കിട്ടണം. മാതാപിതാക്കള് നല്ല മാന്യത ഉള്ളവരാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു സ്ഥാനം കിട്ടുകയുള്ളൂ. ഇതെന്തുപാടേ ഇത്? കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും കുറച്ച് അളിഞ്ഞ സ്റ്റോറികളാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവുകളുമായിട്ട് ഇനിയൊക്കെ പലരും ഇങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. എന്തായാലും വരട്ടെ.
എന്തായാലും കണ്ടന്റിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു വീക്കിൽ നമുക്ക് വേണ്ട, ബിഗ് ബോസ് ഒന്നും വേണ്ട. ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ബിഗ് ബോസിനുള്ളിൽ ഇത്രയും അധികം അപരാധങ്ങൾ കാണത്തില്ല. എന്തായാലും ഇത് അതുക്കും മീതെയാണ് കേട്ടോ. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.